അമ്മ ഒറ്റയ്ക്ക് നോക്കിയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അമ്മ എന്ന് പറയുന്നത് 9ാം ക്ലാസ്സിൽ നിന്ന് വിവാഹം കഴിയുകയും അതേപോലെ 26 വയസ്സായപ്പോൾ വിധവയാവുകയും ചെയ്ത ഒരു സ്ത്രീയാണ്. അങ്ങനെയുള്ള ഒരു അമ്മയുടെ മൂത്ത മകൾ എന്നുള്ള നിലയിൽ ഞാൻ അമ്മ ജോലി ഇല്ലാത്തത് കൊണ്ടും കഷ്ടപ്പെടുന്നത് കണ്ടു വളർന്ന ഒരാളാണ്. അപ്പം അമ്മയ്ക്ക് വന്ന ഇതുപോലെ ലൈഫിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ ഒറ്റയ്ക്കായി പോവുകയാണെന്നുണ്ടെന്ന് വെച്ചാൽ ഒരു ജോലി ഇല്ലാത്തതിൻ്റെ പേരിൽ കഷ്ടപ്പെടരുത്, നമുക്കുണ്ടാവുന്ന മക്കൾ കഷ്ടപ്പെടരുത് എന്നുള്ള ഒരു വലിയ ആഗ്രഹം എനിക്ക് ചെറുപ്പം മുതലേ അമ്മയുടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അമ്മയാണ് ഇങ്ങനെ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളിലൊക്കെ പറഞ്ഞത്, അമ്മയ്ക്ക് വന്നതുപോലെ അമ്മയുടെ കുട്ടികൾക്ക് വരരുത് കേട്ടോ, പഠിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം, ഏത് കാലത്താണെന്നുണ്ടെന്ന് വെച്ചാലും ജോലി വാങ്ങണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് അമ്മയാണ്. ഹായ്, എൻ്റെ പേര് ആതിര. ഞാൻ പാണ്ടിക്കാട് കാരായ സ്വദേശിയാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ LPയുടെ കൂടെ എഴുതിയിട്ടുള്ള NCA എക്സാമിൽ എനിക്ക് 2ാം റാങ്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് അതിൻ്റെ അഡ്വൈസ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ കഴിഞ്ഞ LPയുടെ എക്സാമിലും അതുപോലെ UPയുടെ എക്സാമിലും മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ +2 കഴിഞ്ഞതിന് ശേഷം TTCക്ക് പോവുകയാണ് ചെയ്തത്. TTC 2ാം വർഷം ആയപ്പോഴേക്കും എൻ്റെ വിവാഹം കഴിയുകയും എനിക്കൊരു മോളുണ്ടാവുകയും ചെയ്തു. മോളായതിന് ശേഷം സത്യത്തിൽ 3 കൊല്ലം എനിക്ക് ഒന്നിനും പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. അതിനുശേഷം ആണ് ഞാൻ കഴിഞ്ഞ ആദ്യത്തെ LP എക്സാമിന് വേണ്ടിയിട്ട് നോക്കുന്നത്. അത് മോള് ചെറുതായതുകൊണ്ട് തന്നെ എനിക്ക് പഠനം ശരിയായിട്ട് ഒരു കോച്ചിങ്ങിന് പോകാനോ ഒന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എനിക്കിഷ്ടപ്പെട്ട വിഷയങ്ങൾ മാത്രം പഠിക്കുക, അങ്ങനെ ഒരു രീതിയിലൂടെ മാത്രമാണ് മുന്നോട്ട് വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ലിസ്റ്റിൽ സപ്ലിയുടെ ഒരു മൂലക്കിലായി പോവുകയും പിന്നീടാണ് കൊറോണയ്ക്ക് ശേഷം ഞാൻ ഒരു സ്കൂളിൽ ഡെയിലി വേജ് ആയിട്ട് വർക്ക് ചെയ്യാൻ പോയി. അവിടുന്നാണ് അവിടുത്തെ ടീച്ചേഴ്സിനെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇതുപോലെ നമുക്കൊരു ജോലി വേണം, അപ്പോഴാണ് വർക്ക് ചെയ്തപ്പോഴാണ് ഈ ഒരു ജോലി നമുക്ക് സമൂഹം എത്രത്തോളം ഇത് തരുന്നുണ്ട്, നിലയും വിലയും തരുന്നുണ്ട് എന്നൊക്കെയുള്ള ഇത് എനിക്ക് മനസ്സിലായത്. അവിടുന്ന് കിട്ടിയ 9 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഈ ഡെയിലി വേജായി പോയ സമയത്ത് എനിക്ക് അവിടുന്ന് കിട്ടിയ 9 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരുടെ കൂടെയാണ് ഞാനിവിടെ എയ്സിൽ വന്നിട്ട് ജോയിൻ ചെയ്യുന്നത്. അവരെ പരിചയപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലുമൊക്കെ വഴിയിലൂടെ പോകുമായിരുന്നു. എയ്സിൽ അങ്ങനെയാണ്, അവരാണ് എനിക്ക് പറഞ്ഞത് നമുക്ക് എയ്സിലേക്ക് പോകാം, നമുക്ക് എല്ലാവർക്കും കൂടിയിട്ടെന്ന്. അങ്ങനെ എയ്സിൽ വന്ന് ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഇത് ഇത്രത്തോളം വലിയൊരു കോമ്പറ്റീഷൻ ഇവിടെ ഈ ഒരു മേഖലയിൽ ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. എയ്സിൽ വന്നതിന് ശേഷം നമുക്ക് ഓരോ എക്സാം എഴുതുമ്പോഴും നമ്മളുടെ സ്ഥാനം എവിടെയാണെന്നുള്ളത് ശരിയായിട്ട് എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി. ഓരോ എക്സാം എഴുതുമ്പോഴും ശരിക്കും അതിനൊരു ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ആദ്യ ഘട്ടത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇവിടെ ക്ലാസ്സിൻ്റെ കൂടെ റീഡിങ്ങിന് വരാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്കൊരു മെച്ചമുണ്ടായി തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് എയ്സിൽ നിന്ന് നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന എക്സാം എന്ന് പറയുന്നത്. ഇപ്പോൾ SCRTയുടെ എക്സാമൊക്കെ ആണെന്നുണ്ടെന്ന് വെച്ചാൽ നമുക്കൊരു എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്ന് വെച്ചാൽ ഒരു SCRT പകുതി നമുക്ക് കവർ ചെയ്തിട്ടുള്ളൊരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. സയൻസിനൊക്കെ വേണ്ടിയിട്ട് ഇവിടുന്ന് സ്പെഷ്യലായിട്ട് എക്സാമുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എയ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യമൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. ഇത് എങ്ങനെയാണ് ഇത്രയും ഒരു മേഖലയിൽ നിന്ന് എങ്ങനെ പഠിച്ചു വരും എന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീടാണ് നമ്മൾ ഓരോ ഭാഗം നമ്മൾ പഠിച്ചു വരുമ്പോൾ ആ മേഖലയിൽ നിന്ന് ക്വസ്റ്റ്യനൊക്കെ കാണുമ്പോൾ പിന്നീട് എനിക്ക് സന്തോഷമാവാനൊക്കെ തുടങ്ങി. അതുപോലെ തന്നെ ഇവിടുത്തെ സാറുമാരുടെ ക്ലാസ് ആണെങ്കിലും പിന്നീട് ആ ഒരു ടോപ്പിക്ക് നമുക്ക് എവിടെ വെച്ച് കാണുകയാണെന്നുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആ ക്ലാസ് ഓർമ്മ വരുന്ന അങ്ങനത്തെ ഒരു ക്ലാസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഒരു പഠന രീതി എന്ന് പറയുന്നത്, എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് വായിക്കാൻ പൊതുവേ മടിയുള്ള ഒരാളാണ് ഞാൻ. എയ്സിൽ വന്നിട്ട് എനിക്ക് എന്താ ഗുണം ഉണ്ടായതെന്ന് വെച്ചാൽ ഇവിടെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ ഇരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ പോലും അവരുടെ കൂടെ തമാശയിലൂടെയും കോഡിലൂടെയൊക്കെ പഠിക്കുമ്പോൾ അത് ഏത് കാലത്തും നമുക്ക് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്കിവിടെ പെൺകുട്ടികൾക്ക് 6 മണി വരെയാണ് റീഡിങ് ടൈം ഉണ്ടായിരുന്നത്. അത് ശനിയും ഞായറും എല്ലാ ദിവസങ്ങളിലും ഞാനിവിടെ വന്നിട്ട് 6 മണിക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ എക്സാമിൽ എനിക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഫാമിലിയിൽ നിന്നൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ, ഫാമിലിയിൽ നിന്ന് വരുന്നതിനേക്കാൾ കൂടുതൽ നാട്ടിൽ നിന്നൊക്കെയാണ്. നമ്മളിവിടുന്ന് 6 മണിക്ക് എങ്ങനെയായാലും പോയിട്ട് വീട്ടിലെത്തുമ്പോൾ ഒരു 7 മണിയാവും. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് എനിക്ക് നാട്ടിലൂടെ ഇറങ്ങി നടക്കുമ്പോഴൊക്കെ ഇത് കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു അവസ്ഥ വരുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനും ഇത് ഇങ്ങനെ വന്നപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ലെവൽ ഉയരുന്നത് പോലെ തോന്നി. എനിക്ക് കോൺഫിഡൻസ് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ 2022 എയ്സിൽ വന്നിട്ട് ജോയിൻ ചെയ്യുന്നത്. അതിനു മുമ്പ് എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു പഠന രീതിയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ മാത്രം പഠിക്കുക, അങ്ങനെയുള്ള ഒരു രീതിയായിരുന്നു.
അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ LPSC എനിക്ക് സപ്ലിയിൽ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടേണ്ടി വന്നത്. അപ്പോൾ ഒന്നും പഠിക്കാതെ സപ്ലിയിൽ വന്നപ്പോൾ തന്നെ എനിക്ക് ഇത് പഠിച്ചാൽ കിട്ടും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ എയ്സിൽ വന്ന് ജോയിൻ ചെയ്യുന്നത്. ജോയിൻ ചെയ്തതിന് ശേഷം ഇതേപോലെ പഠന രീതികളിലൊക്കെ മാറ്റം വന്നപ്പോൾ ഒരു കിട്ടുന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായി. പഠിച്ച് എക്സാം എഴുതിയപ്പോഴും ഇതേപോലെ ലിസ്റ്റിൽ ഉൾപ്പെടുമായിരിക്കും എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് NCAയുടെ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴും കൊടുത്തിട്ടുണ്ടായിരുന്നത്. NCA എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് ഒഴിവുകളെ നമുക്ക് ഉണ്ടാവുള്ളൂ. ആ ഒരു സമയത്ത് NCAക്ക് എനിക്ക് വലിയൊരു ഹോപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് പറഞ്ഞത്, "കുറച്ച് ഒഴിവുകളാണെങ്കിൽ എന്താ, നിനക്ക് ആകെ ഒരു സീറ്റ് പോരേന്ന്." ആ ഒരു വാക്ക് അത് വല്ലാണ്ട് എന്നെ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനും വിചാരിച്ചു, ശരിയാണല്ലോ, എനിക്ക് ഒരു സീറ്റ് പോരെ അങ്ങനെ വിചാരിച്ചു. പക്ഷേ എന്നാലും NCA കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമാണ് ഞാൻ 2ാം റാങ്കാണെന്ന് അറിയുന്നത്. അപ്പോൾ ആ ഒരു സമയം എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴും ലൈഫിൽ മറക്കാൻ കഴിയില്ല. കാരണം വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. നമ്മൾ കടന്നു വന്നിട്ടുള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞങ്ങൾ അമ്മ ഒറ്റയ്ക്ക് നോക്കിയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അമ്മ എന്ന് പറയുന്നത് 9ാം ക്ലാസ്സിൽ നിന്ന് വിവാഹം കഴിയുകയും അതേപോലെ 26 വയസ്സായപ്പോൾ വിധവയാവുകയും ചെയ്ത ഒരു സ്ത്രീയാണ്. അങ്ങനെയുള്ള ഒരു അമ്മയുടെ മൂത്ത മകൾ എന്നുള്ള നിലയിൽ അമ്മ ജോലി ഇല്ലാത്തത് കൊണ്ടും കഷ്ടപ്പെടുന്നത് കണ്ടു വളർന്ന ഒരാളാണ്. അപ്പം അമ്മയ്ക്ക് വന്ന ഇതുപോലെ ലൈഫിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ ഒറ്റയ്ക്കായി പോവുകയാണെന്നുണ്ടെച്ചാൽ ഒരു ജോലി ഇല്ലാത്തതിൻ്റെ പേരിൽ കഷ്ടപ്പെടരുത്, നമുക്കുണ്ടാവുന്ന മക്കൾ കഷ്ടപ്പെടരുത് എന്നുള്ള ഒരു വലിയ ആഗ്രഹം എനിക്ക് ചെറുപ്പം മുതലേ അമ്മയുടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അമ്മയാണ് ഇങ്ങനെ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളിലൊക്കെ പറഞ്ഞത്, അമ്മയ്ക്ക് വന്നതുപോലെ അമ്മയുടെ കുട്ടികൾക്ക് വരരുത് കേട്ടോ, പഠിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം, ഏത് കാലത്താണെന്നുണ്ടെച്ചാലും ജോലി വാങ്ങണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് അമ്മയാണ്. അതുപോലെ തന്നെ കല്യാണത്തിന് ശേഷം കിട്ടിയിട്ടുള്ള ഫാമിലി എന്ന് പറയുന്നത് ഹസ്ബൻഡിന് സാധാരണ ജോലിയാണ്. പക്ഷേ എപ്പോഴും നിനക്ക് പഠിക്കാനുള്ളതുണ്ടല്ലോ, നീ പഠിക്കുക, കിട്ടും, അങ്ങനെയുള്ള ഒരു ഇത് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ അതെന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു എനിക്ക്.